എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി അഡ്മിഷൻ 2024 എങ്ങനെ നേടാം? BA, BBA, BCom, BCA, BA, BSc കോഴ്സസ് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഒറ്റ വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡിഗ്രി അഡ്മിഷൻ 2024 വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ഡിഗ്രി പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളെല്ലാം എന്ത് ചെയ്യണം? കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ ഈ ഉള്ള യൂണിവേഴ്സിറ്റികളിലേക്കാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടത്. എപ്പോഴാണ് അപേക്ഷ നൽകേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അത് +2 റിസൾട്ടിന് ശേഷമായിരിക്കും അതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ അലോട്ട്മെൻറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാൻ ഏകജാലക പ്രവേശന സമ്പ്രദായം വഴിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾ +1 എങ്ങനെയാണോ പ്രവേശനം നേടിയത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ ഏകജാലക പ്രവേശന സംവിധാനം വഴിയാണ് നിങ്ങൾ +1 അഡ്മിഷൻ നേടിയത്. അതേ പ്രോസസ്സിലൂടെയായിരിക്കും ഡിഗ്രിയിലേക്കും അഡ്മിഷൻ നേടുക. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടേതായ വെബ്സൈറ്റുകളിൽ, അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് അവരുടേതായ അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് അവരുടേതായ വെബ്സൈറ്റ് ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റിക്കും വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും വെബ്സൈറ്റ് ഉണ്ട്. അപ്പം അവരുടെ അലോട്ട്മെൻറ്റ് വിശദാംശങ്ങൾ അതാത് വെബ്സൈറ്റുകളിൽ കൃത്യസമയത്ത് അവർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ടത്? അപേക്ഷ നൽകേണ്ടത്. ആദ്യം നിങ്ങൾ യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ശേഷം ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഏതാണ്ടൊക്കെ പറഞ്ഞാൽ +1 നിങ്ങൾ അലോട്ട്മെൻറ്റ് ചെയ്ത അതേ പ്രോസസ്സിലൂടെ തന്നെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ് ലോഗിന് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക എന്ന ഘട്ടമാണ് ആദ്യം നടക്കുക. ശേഷമാണ് ലോഗിൻ ശേഷം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്ന ഘട്ടമായിരിക്കും. പിന്നീട് ആ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളും മറ്റ് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ വിദ്യാർത്ഥികൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? അതായത് നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് 10 ഓപ്ഷൻ നൽകി കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിലേതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ പോയി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പോലും എന്ത് ചെയ്യേണ്ടി വരും? അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ, താൽക്കാലിക നിയമനം എന്ത് ചെയ്യേണ്ടി വരും? എടുക്കേണ്ടി വരും. അതിന് കാരണമെന്ന് പറയുന്നത്, നിങ്ങൾ താൽക്കാലികമായി അവിടെ ചേരാത്ത പക്ഷം നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതല്ല. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല. ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്ഥിരപ്രവേശനമാണ് നേടേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനെ നേടാത്ത പക്ഷം ആ വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെടും. പിന്നീട് വിദ്യാർത്ഥികൾക്ക് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു അപേക്ഷ നൽകാൻ സാധിക്കുന്നതല്ല. ഇനി പ്രൈവറ്റ് അഡ്മിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പ്രൈവറ്റ് അഡ്മിഷനിലും ചില കോളേജുകളിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെയാണ് നൽകുന്നത്. പക്ഷേ എന്നാൽ പോലും ചില കോളേജുകൾ എന്ത് ചെയ്യുന്നുണ്ട്? റിസൾട്ട് വന്ന് ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സീറ്റ് ബുക്ക് ചെയ്ത് വെക്കാനുള്ള സംവിധാനവും ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെ വേണമെങ്കിൽ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൈവറ്റ് അഡ്മിഷൻ എടുത്ത് പഠിക്കാം. ഒരു മാസം ഏതാണ്ട് ചുരുങ്ങിയത് 1 വർഷം, ഒരു അക്കാദമിക് ഇയർ എന്ത് ചെയ്യും? 20,000 രൂപയോളം ആണ് വരുന്നത്. നിങ്ങൾ 4 വർഷങ്ങളാക്കി. അപ്പോൾ അതിൻ്റെ സിലബസൊക്കെ മാറും. നമ്മൾ 3 വർഷത്തെ സിലബസിൻ്റെ കാര്യം എടുക്കുമ്പോൾ 6 സെമസ്റ്ററുകളായിട്ടാണ് ഡിഗ്രി അഡ്മിഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു വർഷം 2 സെമസ്റ്റർ എന്ന തോതിലായിരിക്കും. അന്നേരം ഒരു വർഷം ഏതാണ്ട് 20,000 രൂപയ്ക്ക് അടുത്തായിരിക്കും ഒരു വർഷം ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത്. ഏതാണ്ട് 20,000 രൂപയോളം, ഒരു 1 ലക്ഷം രൂപയോളം നിങ്ങൾ കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
3 വർഷ കോഴ്സോ 4 വർഷ കോഴ്സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്ത വിദ്യാർത്ഥികളെല്ലാം റെഗുലറായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കാനുള്ള നോട്ട് നിങ്ങൾ തന്നെ സംഘടിപ്പിക്കണം. എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സംശയം പോലും, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കുന്നിടയ്ക്ക് എന്തെങ്കിലും സംശയം വന്നാൽ പോലും ചോദിക്കാൻ അധ്യാപകർ കാണില്ല. അധ്യാപകരൊന്നും കാണില്ല. നിങ്ങൾ തന്നെ നോട്ട് കണ്ടുപിടിക്കണം. പിന്നെ നിങ്ങൾ തന്നെ എക്സാമിൻ്റെ ഡേറ്റും എക്സാമിൻ്റെ ടൈം ടേബിളും ഇതൊന്നും നിങ്ങൾക്ക് ആരും തന്നെ അയച്ചു തരുന്നതല്ല. നിങ്ങൾ ഇവയെല്ലാം കൃത്യമായി തന്നെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നോക്കി എന്ത് ചെയ്യേണ്ടി വരും, കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഈ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും നോക്കണം. പരീക്ഷാ ഡേറ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ തന്നെ സദാസമയങ്ങളിൽ വെബ്സൈറ്റിൽ നോക്കി ഡേറ്റ് വരുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഡേറ്റ് വരുമ്പോൾ അറിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അല്ലാത്ത പക്ഷം ഇതാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. നിങ്ങൾ തന്നെ നോട്ട് സംഘടിപ്പിക്കണം. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ പോലും അധ്യാപകരുണ്ടാവില്ല. നിങ്ങൾ തന്നെ പഠിക്കുക, നിങ്ങൾ തന്നെ എക്സാം രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾ തന്നെ പോയി പരീക്ഷ എഴുതുകയാണ് ചെയ്യുന്നത്. റെഗുലറായിട്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത്, അധ്യാപകർ നോട്ട് നൽകും. അധ്യാപകർ പരീക്ഷാ ഡേറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അധ്യാപകർ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും. അവർ തന്നെ പൈസ കളക്ട് ചെയ്യുകയും അവർ തന്നെയായിരിക്കും കോളേജിൽ വെച്ച് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്തു തരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡേറ്റ് അന്വേഷിച്ചൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, എവിടെയും അന്വേഷിച്ച് പോകേണ്ടി വരില്ല. കാരണം സമയമാകുമ്പോൾ നിങ്ങളെ അധ്യാപകർ അറിയിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പൈസ മാത്രം കൃത്യമായിട്ട് അടച്ചാൽ മാത്രം മതിയാകും. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, റെഗുലർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഗുണം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ആയാലും മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് വലിയ പൈസ ചിലവുണ്ടാവില്ല. കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷാ ഫീ മാത്രമേ കെട്ടിവെക്കേണ്ടതായിട്ട് വരികയുള്ളൂ. കാരണം നിങ്ങളെ അധ്യാപകർ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾ ഒരു കോളേജിൽ പോകുന്നില്ല, നിങ്ങൾ തന്നെ നോട്ട് സംഘടിപ്പിക്കുന്നു, നിങ്ങൾ പരീക്ഷ മാത്രമേ എഴുതുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പരീക്ഷാ ഫീ മാത്രമേ നിങ്ങൾക്ക് കെട്ടിവെക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് സാധിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം അങ്ങനെ ചെയ്താലും മതിയാവും. അത് നിങ്ങളുടെ താല്പര്യം പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഏതിനോടാണ് താല്പര്യം അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കിയാൽ മതിയാവും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട. അതിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും, നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷനെ കുറിച്ചൊക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഡിഗ്രി അഡ്മിഷനെക്കുറിച്ച് അധികം വീഡിയോ ചെയ്യാത്തതിന് ഒറ്റ കാരണമെന്ന് പറഞ്ഞാൽ വ്യൂസ് കുറവുള്ളത് കൊണ്ട് തന്നെയാണ്. അതിന് ഡിഗ്രി അഡ്മിഷൻ്റെ കാര്യം കാണാൻ ആൾക്കാരില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സമയമെടുത്തിട്ടായാലും തന്നെ നമ്മളതിനെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞു തരും. എന്ത് സംശയമുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് കമൻറ്റ് ബോക്സിലൂടെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് പറയാനുള്ളത്. BA, BBA, BCom പോലെയുള്ള കോഴ്സുകളിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതാത് യൂണിവേഴ്സിറ്റികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, റിസൾട്ട് വരാതെ എന്ത് ചെയ്യില്ല, അഡ്മിഷൻ പ്രോസസ്സുകൾ ആരംഭിക്കില്ലെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. +2 റിസൾട്ടിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, റിസൾട്ട് ഉണ്ടാകുക. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ.